യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ ഇറാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി. ഇറാൻ തങ്ങളെ വഞ്ചിച്ചുവെന്നും മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഇറാൻ നടത്തുന്നത് അപകടകരമായ തെറ്റായ കണക്കുകൂട്ടലുകളാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. സ്കൈ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പാരമ്പര്യമായി ഇറാനുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ഖത്തറിന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതവും എന്നാൽ അതിശക്തവുമായ ഈ പ്രതികരണം ഉണ്ടായത്. അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാന്റെ നടപടി ഒട്ടും അംഗീകരിക്കാനാവില്ലെന്നും യുദ്ധം തുടങ്ങിയത് മുതൽ ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഡ്രോൺ ആക്രമണത്തെ ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് തടഞ്ഞത്. ഇതിനു പിന്നാലെയാണ് ഖത്തർ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. തങ്ങൾ അയൽ രാജ്യങ്ങൾക്കെതിരായ ഒരു നീക്കത്തിലും പങ്കാളികളാകില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഇറാന്റെ ഈ പ്രകോപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെയും അമേരിക്കയെയും ചർച്ചാമേശയിലെത്തിക്കാൻ ഖത്തർ എന്ന് മുൻകൈ എടുത്തിട്ടുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ തീരുമാനം ഈ നയതന്ത്ര നീക്കങ്ങളെയെല്ലാം തകർത്തിരിക്കുകയാണ്. അതേസമയം മേഖലയിൽ ഇറാന്റെ ആക്രമണം രൂക്ഷമാവുകയാണ്. ബഹ്റൈനിലെ ശുദ്ധജല പ്ലാന്റിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ അറബ് ലീഗ് മേധാവി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സൗദി അറേബ്യയിൽ ജനവാസ മേഖലയിൽ മിസൈൽ പതിച്ച് 2 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിന് നേരെ വന്ന ഇറാന്റെ ഡ്രോൺ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് വെടിവെച്ചിട്ട സംഭവത്തിൽ യുകെയുടെ സഹായത്തിന് ഖത്തർ നന്ദി അറിയിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇറാൻ ജനതയോടും ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാൻ ഖത്തർ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സമാധാനത്തിനായി തുടർന്നും സംസാരിക്കുമെന്നും സ്വന്തം രാജ്യം സംരക്ഷിക്കുന്ന തിരക്കിലായതിനാൽ ആവർത്തിച്ചുള്ള ഈ ആക്രമണങ്ങൾ തുടർന്നാൽ ഇറാനെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല തുർക്കിയെ ലക്ഷ്യമാക്കി വീണ്ടും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നു. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ കിഴക്കൻ മെഡിറ്ററേനിയനിൽ വിന്യസിച്ചിട്ടുള്ള നാറ്റോ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ഇത് 2ാമത്തെ തവണയാണ് തുർക്കിയിലേക്ക് ഇറാൻ മിസൈൽ അയക്കുന്നത്. മിസൈൽ വെടിവെച്ചതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തകർന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ തുർക്കിയുടെ തെക്കുകിഴക്കൻ പ്രവിശ്യയായ ഗാസിയൻ തെപ്പിൽ പതിച്ചെങ്കിലും ആളപായമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നാലെ ഇറാൻ കടുത്ത മുന്നറിയിപ്പുമായി തുർക്കിയും രംഗത്തെത്തി. തുർക്കിക്ക് നേരെയുള്ള ഏത് ഭീഷണിക്കെതിരെയും മടിയില്ലാതെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മേഖലയിലെ സുരക്ഷയെയും സിവിലിയന്മാരുടെ ജീവനെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിന്നും ഇറാൻ വിട്ടുനിൽക്കണമെന്ന് തുർക്കി പ്രസിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ബുർഹാനെറ്റിൽ ദുറാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിൽ പടരുന്ന സംഘർഷത്തിൽ അങ്കാറ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും മേഖല വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘർഷം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്നും ഈ കക്ഷിയെ പിന്മാറണമെന്നും തുർക്കികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.